നമ്മുടെ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ചങ്കരം പിന്നെയും തെങ്ങിന്മേൽ എന്ന ഒരു പ്രയോഗം. ഇപ്പോൾ അത് വളരെ നമുക്ക് ലളിതമായി ആ ഒരു ചൊല്ലിനെ ഇപ്പൊ കൂട്ടിച്ചേർത്ത് പറയാൻ പറ്റുന്ന പിണറായിയുടെ ഈ സ്വഭാവമായിട്ട്. മൂഷികശ്രീ പിന്നെയും മൂഷികശ്രീ ആയി എന്നും നമ്മൾ പറയാറുണ്ട്. ഇത് രണ്ട് ഏതാണ്ട് സമാനമായ കാര്യങ്ങളാണ്. ഇപ്പൊ ഇത് പറയാനുള്ള സന്ദർഭം എന്ന് പറഞ്ഞാൽ, ഡൽഹിയിൽ അദ്ദേഹം ഇന്ന് മാധ്യമപ്രവർത്തകരോട് പെരുമാറിയ ഒരു രീതി, അത് പിണറായി വിജയൻ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പഴയ പ്രസിദ്ധമായ കുപ്രസിദ്ധമായ കടക്കുപുറത്ത് എന്നുള്ള അതുണ്ടല്ലോ, അത് ഉണ്ടാക്കിയ ഒരു പ്രത്യാഘാതങ്ങൾ വളരെ കാലം നീണ്ടു നിന്നിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ചൂടാവാറുണ്ട്. എങ്കിൽ ഇന്നത്തെ ഒരു പ്രത്യേക തരം ദേഷ്യപ്പെടലായിരുന്നു. അതെ, അത് ആ മുഖഭാവത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ആ ദേഷ്യം മൊത്തം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു കാരണമായേക്കും. അത് വേറെ അങ്ങനെയെങ്കിൽ മുഖത്ത് ഉമ്മൻചാണ്ടിയെ പോലെ നേതാക്കന്മാരുന്ന സ്ഥലമാണ് നമ്മൾ ഓർത്തുള്ളത്. എന്ത് വന്നാലും അവരത്ര പ്രസൻസ് ഓഫ് മൈൻഡ് കൈവിടില്ല. അവരെപ്പോഴും പ്രസന്റ് ആയിരിക്കും. ഇനി പറയാൻ താല്പര്യമില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാം. ഇത് അപ്പോൾ എന്തായാലും സംഭവിച്ചത് ഡൽഹിയിലല്ലേ സംഭവിച്ചത്. ഡൽഹിയിലെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയാണ് പിണറായി. കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് എനിക്ക് തോന്നുന്നത് അവിടെ AKG ഭവനിലേക്ക് ചർച്ചയ്ക്ക് ഇത് മീറ്റിങ്ങിന് വേണ്ടി പോകാൻ ഇറങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം കാറിലേക്ക് കയറുന്ന സമയത്തായിരുന്നു സംഭവം. അതിപ്പം മാധ്യമങ്ങൾ ഇതുപോലെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങനെ മൈക്ക് നീട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് ഡോർ അടയ്ക്കേണ്ട, നിങ്ങൾക്ക് വാർത്ത കിട്ടണമെന്ന് കരുതി എനിക്ക് ഡോർ അടയ്ക്കണമെന്ന് കരുതി ചൂടാവുകയായിരുന്നു അദ്ദേഹം. അപ്പം അപ്പോൾ ഈ മാധ്യമങ്ങളോട് ദേഷ്യപ്പെട്ട് തന്നെ അത് കാറിൽ കയറിയിട്ടും ഡോർ അടച്ചിട്ടും അദ്ദേഹത്തിന്റെ ദേഷ്യം മാറിയിട്ടില്ല. കടക്കുപുറത്തെന്ന് പറഞ്ഞിട്ട് ഒരു നിപ്പുണ്ടല്ലോ, കടക്കുപുറത്തെന്ന് പറഞ്ഞിട്ട് നിൽക്കില്ല. പാവപ്പെട്ട കൊടിയേരി ഇപ്പുറത്തെന്ന് പറഞ്ഞ് നമ്മൾ ക്ഷണിച്ചിട്ടാണ് അവർ വന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ വല്ല പ്രകോപിതനാവുന്നുണ്ട്. അതിൽ ഈ തോൽവി കഴിഞ്ഞിട്ട് കുറച്ചുനാൾ അല്പം വൈകിട്ടായിരുന്നല്ലോ പ്രതിപക്ഷ നേതാവായിരുന്ന പിണറായി വിജയൻ പ്രതികരിക്കാൻ തയ്യാറായത്. അന്ന് പറഞ്ഞത് തെറ്റുകൾ തിരുത്തും എന്നൊരു പ്രയോഗം അദ്ദേഹം, തെറ്റുകൾ തിരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ആര് തിരുത്തും എന്നുള്ളതാണ് ചോദ്യം. ആര് തിരുത്തും എന്നുള്ളതാണ്. ഈ പിണറായി വിജയൻ അന്ന് കടക്കുപുറത്തെന്ന് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ അദ്ദേഹം അതിൻ്റെ മുഖഭാവങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ഇതിൻ്റെ കാരണം എന്തായിരിക്കും? അടിസ്ഥാനപരമായി ദേഷ്യം വരാൻ കാരണം അദ്ദേഹം ഇന്നും വാർത്തകൾ കണ്ടു കാണും. കണ്ണൂർ എന്നുള്ള നേതാക്കന്മാർ പോലും ഇപ്പോൾ അദ്ദേഹത്തിന് തള്ളി പറയുന്ന അവസ്ഥയിലാണ്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ചെല്ലുമ്പോൾ അവിടെ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ഒരുപാട് പേരവിടെ ഇരിപ്പുണ്ട്. ഇദ്ദേഹത്തെ എത്ര പേര് നാളെ ഇന്നവിടെ ഇന്ന് 3 ദിവസം കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള നോക്കിയാൽ മതി. വലിയ ശതമാനം പേരും പിണറായി വിജയനെ തള്ളി പറയും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. അതിൻ്റെ ഒരു 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 ദേഷ്യം തന്നെയായിരിക്കും അതിൻ്റെ മുഖത്തേക്ക് കണ്ടത്. കാരണം നേരത്തെയൊക്കെ പിണറായി വിജയൻ പറഞ്ഞ അവസാന വാക്കാണ്. ഇപ്പോൾ എല്ലാവരും എതിർത്ത് തുടങ്ങിയിരിക്കുന്നു. ബാലോപല നിയമസഭയിൽ വെച്ച് ചീത്ത വിളിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ഇന്നലെ പറഞ്ഞത് രാകേഷിൻ്റെ പേരാണ് അവർ പറഞ്ഞെങ്കിലും അവർ ലക്ഷ്യപ്പെടുന്നത് പിണറായി വിജയനെ തന്നെയാണ്. അതായത് ഇപ്പം പിണറായിക്ക് CPM-നുള്ളിൽ വിലയില്ലാതാകുന്നു എന്നുള്ളത് പിണറായി തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. തിരിച്ചറിയണം. നമ്മളൊരു സംഘടനയിൽ ഒരു പ്രസ്ഥാനത്തിലെ നേതാവായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് അപ്രസക്തനാവുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. പിന്നെ അരങ്ങൊഴിഞ്ഞു കൊടുക്കണം. അതല്ലാതെ വെറുതെ ഞാൻ ഇവിടെ കടിച്ചു പോയി കിടക്കുകയാണ്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കയറി ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മണ്ടത്തനങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ സ്വാഭാവികമാണ് കുറച്ച് കഴിയുമ്പോൾ പുതിയ തലമുറ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ നോക്കുകയാണ് ഈ പിണറായിയുടെ രീതികളൊന്നും CPM-ലെ വലിയൊരു ഭാഗം നേതാക്കൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് അയാൾ കാണിക്കുന്നതും തന്നെ. ഈ കണക്കുപുറത്തും സംഗതികളൊക്കെ ആളോട് മോശമായി പെരുമാറുന്നതൊക്കെ. പക്ഷേ അവർ നിവർത്തിയോടുകൊണ്ട് ഇയാൾ പറഞ്ഞു കൂടെ അംഗീകരിക്കുകയായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, താഴെ വീണ് കിടക്കുകയാണ്. ഉത്തരവാദി പുള്ളി തന്നെയാണല്ലോ. ഇതിപ്പോൾ ഞാൻ ഈ വാർത്ത വന്നപ്പോൾ ഈ കമൻറ്റ് ബോക്സ് ശ്രദ്ധിച്ച കൂട്ടത്തിൽ കുറച്ച് പേരൊക്കെ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് മാധ്യമങ്ങൾ അത്ര നിഷ്കളങ്കരല്ല, അവരുടെ കുഴപ്പം കൊണ്ടാണെന്നുള്ള രീതിയിൽ ചിലർ വരുത്തി തീർക്കാനായിട്ട് കമന്റ് ബോക്സിൽ ശ്രമിക്കുന്നു. ജോലിയാണ് വാർത്ത കണ്ടെത്തുക എന്നുള്ളത്. അത് പിണറായി ആണെങ്കിലും പിന്നെ വീഡിയോ ആരാണെങ്കിലും അവർ പുറകെ പോകും. കാരണം ഇത് വെറുതെ തമാശയ്ക്ക് പോകുന്നതല്ല. പിണറായി വളരെ സുപ്രധാനമായ ഒരു കേന്ദ്ര കമ്മിറ്റി പങ്കെടുക്കാൻ വേണ്ടി പോകുന്നതാണ്. കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അന്ന് വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് മാധ്യമങ്ങൾ എത്രത്തോളം അദ്ദേഹത്തെ ഇങ്ങനെ വട്ടം ചുറ്റി തന്നെ നിന്നിരുന്നു. അല്ല, പക്ഷെ അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരിക്കലും പത്രമായിട്ട് സൗകര്യമില്ല പോടാന്ന് പറഞ്ഞ് പോയിട്ട് ദേഷ്യപ്പെടാറുമില്ല. എന്ന് പറഞ്ഞാലും അദ്ദേഹം ക്ഷമയോടെ ഒരു മനുഷ്യൻ, ഒരു പൊതുപ്രവർത്തകന് ആവശ്യം വേണ്ടുന്നൊരു ഘടകം ക്ഷമയാണ്. ഈ ക്ഷമയില്ലാത്ത ഒരാളെങ്ങനെ നേതാവ് എന്ന് ചോദിച്ചാൽ ഇതാണ് സ്റ്റൈൽ എന്ന് പണ്ട് കരുതുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ചില ഈ CPM നേതാക്കന്മാർക്ക്. ഞാൻ സ്റ്റൈൽ, ഞാൻ ഒരു ചട്ടം പേര്, ഞാൻ വലിയ കുഴപ്പക്കാരനാണ്, ഞാൻ ഇങ്ങനെ നിൽക്കും, ഞാൻ നിറഞ്ഞു നിൽക്കും, ഞാൻ മറ്റേ വാളിൻ്റെ അടുത്ത് നിന്ന് ഊരി പിടിച്ച വാളിൻ്റെ അടുത്ത് നിൽക്കുന്നതൊക്കെ. ഇതൊക്കെ കാലം മാറിപ്പോയി. ഇവരൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി പോയിരിക്കുന്നു. പിന്നെ ജസ്റ്റിനെ അതാണ് എൻ്റെ കാര്യം. കാലത്തിനനുസരിച്ച് മാറുന്നില്ല. CPM-നെ സംബന്ധിച്ച് അവർ ഔട്ട്ഡേറ്റഡ് ആയെന്ന് തിരിച്ചറിയുന്നത് ഒരു 10-20 വർഷം കഴിയുമ്പോഴാണ്. അതെപ്പോഴും അത് ആരോ പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാ കാര്യം തിരുത്തും, പക്ഷേ അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞിരിക്കും. ഇത് മാക്ബത്തിലെ ലേഡി മാക്ബത്ത് ഉണ്ടല്ലോ, മാക്ബത്തിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ച ആ സ്ത്രീ, അയാളെ ഭാര്യ, ആ സ്ത്രീ പറഞ്ഞിട്ട് ഡയലോഗുണ്ട്, വാട്ട് ഈസ് ഡൺ കനോട്ട് ബി അൺഡൺ. ചെയ്തത് ചെയ്തു പോയി. ഇനി ഞാൻ ചാടി എടുത്തിട്ട് ജസ്റ്റ് ഒറ്റയടി തന്നാൽ ഇനി എന്നെ എന്തൊക്കെ ചെയ്താലും ജസ്റ്റ് ഇടി കിട്ടിയത് ഇരിപ്പതാണ്.
അതാണ് ലേഡി മാക്കത്ത് പറഞ്ഞത്. അതുപോലെ ഇയാളെല്ലാം നാശിപ്പിച്ച് കുളമാക്കി വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? സംഭവിച്ചു പോയി. പക്ഷേ ഇനി അദ്ദേഹം തിരുത്തൽ വരുത്തണം. ഒരു പക്ഷേ ഇന്നത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നാളെ യോഗത്തിലോ PBO കൊണ്ടൊന്നും തോന്നില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ അവിടെ ചോദ്യങ്ങൾ വരും. അതിന് പിണറായി ഉത്തരം പറയേണ്ടി വരും. തീർന്നില്ല. ഗോവിന്ദ മാഷ് പങ്കെടുക്കണമല്ലോ, പോളിറ്റ് ബ്യൂറോ മെമ്പറല്ലേ ഗോവിന്ദ മാഷ്. അപ്പോൾ ഇവരവിടെ നേരിടാൻ പോകുന്ന ചോദ്യശരങ്ങൾ നിയമസഭയിൽ ബാലുഗോപാൽ ഉയർത്തിയ ആ ഒരു പിന്നെ അദ്ദേഹം പറഞ്ഞ ദേശത്തോട് സംസാരിച്ചത് ഇന്നലെ ഇപ്പോൾ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ DFI പിള്ളേർ പറയുന്നു ഇത് പിണറായി വിജയനും ഗോവിന്ദനും രാകേഷ് പിണയെല്ലാം നശിപ്പിച്ചത്. അപ്പോൾ താൻ അപ്രസക്തനാവുന്നു, തനിക്ക് പിടിയായിരുന്നു എന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞു. അത് തന്നെയാണ് അതിൽ ഇതിനേക്കാളെല്ലാം ഉപരി ഇവർ ഈ പറയുന്ന വിമർശനങ്ങൾ തൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടോയെന്ന് അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നും കൂടി നമുക്കത് മനസ്സിലാക്കാം. ചിലപ്പോൾ തെറ്റുണ്ടെന്നുള്ള അദ്ദേഹത്തിന് അത് വലിയ നേതാവല്ല, അതിന് ബോധ്യമൊക്കെ കാണും. എന്ത് ചെയ്യാൻ പറ്റും? വീട്ടുകാരുടെ സമ്മർദ്ദത്തിനൊക്കെ വഴങ്ങിയൊക്കെ അത് ഈ കോപ്പറായ കാണിക്കാൻ പോയത്. പിണറായി വിജയൻ നല്ല നേതാവ് തന്നെയായിരുന്നു, ഒരു സംശയമില്ല. വളരെ കഷ്ടപ്പെട്ട് താണ നിലയിൽ നിന്ന് ഒരാൾ ഇത്രയും വലിയ നിലയിലേക്ക് എത്തണമെങ്കിൽ പിണറായി വിജയൻ ആൾ മോശക്കാരനൊന്നുമല്ല. പക്ഷേ എന്ത് സംഭവിച്ചിരിക്കുന്നു? അദ്ദേഹത്തിൻ്റെ വീട്ടുകാരുടെ നിർബന്ധം തന്നെയാണെന്ന് എന്നും എൻ്റെ വിശ്വാസം. ഈ സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവർ ഭരണത്തിരിക്കുമ്പോൾ പാർട്ടി പദവിയിലേക്ക് അവർ വീട്ടുകാരെന്തുപോലെ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുക, വിവാദങ്ങളിലേക്ക് പോകാറേ ഇല്ലാത്തൊരു പതിവാണ്. നമുക്ക് തന്നെ അറിയാം. PMSൻ്റെ അല്ലെങ്കിൽ അതുപോലെയൊക്കെ വലിയ VSൻ്റെ മക്കൾ അവർക്ക് വേറെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്, അവരാരും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിണറായിയുടെ മക്കൾ രണ്ടുപേരും രാഷ്ട്രീയത്തിലില്ല എങ്കിൽ പോലും അവർ പരമാവധി ഡാമേജ് ഈ പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് സത്യം. അപ്പോൾ ഏതായാലും പിണറായിയുടെ ഇന്നത്തെ ഈ ഒരു ദേഷ്യപ്രകടനം അതിൻ്റെയും കൂടെ ഒരു മുന്നോടിയായിട്ട് പറയാം. ഈ PBയിലും അവിടെ കേന്ദ്ര കമ്മിറ്റിയിലൊക്കെ അദ്ദേഹം നേരിടാൻ പോകുന്ന വിമർശനങ്ങൾ എങ്ങനെ നേരിടുന്നുള്ളതിൻ്റെ ആ ഒരു ടെൻഷൻ്റെ കൂടെ ഭാഗമായിട്ട് തന്നെ എന്നാണ് നമ്മൾ കരുതാം. അദ്ദേഹത്തിൻ്റെ കടക്കപ്പുറത്തെ ശൈലി തന്നെ എത്ര കാലം ഇപ്പോഴും ചർച്ചയാകുന്നു. സ്വാഭാവികമായും ഇതും അതിൻ്റെ പിന്നോടി എന്നുള്ള നിലയിൽ പിന്നെ ഇപ്പോൾ മാത്രമല്ല ഇപ്പോൾ നടക്കുന്ന ഈ പാർട്ടി സമ്മേളനങ്ങൾ എല്ലായിടത്തും ചർച്ചയാവുന്നത് പിണറായിയുടെ ശൈലിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ചോദ്യം അപ്പം മൈക്ക് സെറ്റ് ചീത്തയപ്പോൾ മൈക്ക് സെറ്റിന് വഴി കേസെടുക്കാൻ നടപടി എടുക്കുക. അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴേ അമ്മമാർ ചോദ്യം ഇങ്ങനെ വേണ്ട, അങ്ങന്മാർ പുകഴ്ത്തൽ വേണ്ട, ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ഇവർ രാജാക്കന്മാരല്ലല്ലോ, ഇവർ ജനപ്രതിനിധികളാണ്. നമുക്കെല്ലാവർക്കും കൂടെ പാർലമെൻറ്റിലെ അസംബ്ലിയിൽ പോയി ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ പ്രതികളയക്കുന്നു. അവരവിടെ ചെന്നുകൊണ്ട് ഈ ചോദിക്കുന്നതിന് വീട്ടിൽ പോയി ചോദിടാന്ന് പറയാമെന്ന് വെച്ചാൽ അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റിയ കാര്യമല്ലോ. കേരളത്തിലെ ഒരു കാര്യം എപ്പോഴും നമ്മൾ ഓർക്കുക, അപ്പോൾ EMS അല്ലെങ്കിൽ CH കണകാരനും അല്ലെങ്കിൽ കൃഷ്ണനോട് അങ്ങനെയൊക്കെ വളരെ സൗമ്യരായ KG ഒക്കെ പോലുള്ള സൗമ്യരായ നേതാക്കളുടെ ഒരു പാർട്ടിയാണിത്. ആർക്കും അവരെ സമീപിക്കാം, അവിടെ ചെന്ന് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയാം. ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ അയാളെ മുമ്പ് ചെന്ന് എനിക്ക് സഹായം എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് ഒന്ന് ഇടപെടാമോ എന്ന് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റില്ല. ആർക്കും അങ്ങോട്ട് ചെല്ലാൻ കഴിയുകയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് AKG പണ്ട് അമരാവതിയിൽ കുടിയിറക്ക് കിടന്നു. ശങ്കർ മുതസ്വറ കാലത്ത് അമരാവതി എന്ന സ്ഥലത്ത്, ഇടുക്കിയിലാണെന്ന് അമരാവതി കുടിയിറക്ക് പെരുമഴയത്ത് ആളുകൾ ഭീകരമായ അവസ്ഥ നേരിടുകയാണ്. AKG അവിടെ പോയി അപ്പം നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. അദ്ദേഹത്തിന് പക്ഷേ അന്ന് പ്രതിസന്ധിയിലായി. പക്ഷേ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന PT ചാക്കോ നേരിട്ട് അവിടെ എത്തി. അദ്ദേഹം AKGയോട് സംസാരിച്ചു, ധാരണയായി. അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ് കുടിയിറക്കം അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. VS ഓർമ്മയുണ്ടല്ലോ, മറ്റേ ആ മൂന്നാറിൽ പോയിട്ട് കസേരയിട്ട് അങ്ങോട്ട് ഇരുന്ന് അദ്ദേഹം ഉമ്മൻചാണ്ടി പിന്നീട് അവസാനം കീഴടങ്ങേണ്ടി വന്നു. ഈ പിണറായി വിജയൻ അങ്ങനെ സാധിക്കില്ല. അപ്പോൾ ഈ മഹാന്മാരുന്ന കസേരയില്ല, അത്ര മഹാന്മാരല്ലാത്തവരിക്കുമ്പോൾ സംഭവിക്കുന്ന പലതും നമ്മൾ പിണറായി വിജയനിൽ നമ്മൾ കാണുകയാണ്. പിണറായി വിജയൻ അതൊരു അടയാളമാണ് ജസ്റ്റിന്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലുണ്ടായ വലിയൊരു അപജയത്തിൻ്റെ അടയാളമായിട്ട് വേണം നമുക്കിതിനെ കണക്കാക്കാൻ. അത് തന്നെയാണ് ഇവർ ഈ ജനങ്ങളോടെല്ലാം ഇങ്ങനെ ഈ ജനങ്ങളോട് ഈ ചില ആളിനെ കണ്ടില്ല, ഭയങ്കര ഇറിറ്റേറ്റോടെ ചില ആളെ കണ്ടില്ല, അവരെന്തിനും ഇങ്ങനെ ഒരു ഭാഷ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ പ്രശ്നം. എന്ത് തോന്നുന്നത്? നിങ്ങളെ പുതിയ തലമുറക്കാരാണല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് കാണുമ്പോൾ? തീർച്ചയായിട്ടും മടുപ്പ് തോന്നും. കാരണം ഒന്നാമത് നമ്മുടെ ഈ കാലത്തെ തലമുറയ്ക്ക് പൊളിറ്റിക്സിനോട് തന്നെ താല്പര്യം കുറഞ്ഞു തുടങ്ങി. കാരണം ഇതുപോലുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇത്തരം കോപ്രായത്തിന്റെ പുറകെ പോകേണ്ടതില്ല എന്നുള്ള ഒരു സ്വാഭാവിക ചിന്തയാണ് അവരിൽ വരുന്നത്. അപ്പം അവർക്കൊരു താല്പര്യം തോന്നാൻ മാത്രമുള്ള പ്രവർത്തനങ്ങൾ നേതാക്കളുടെ ഭാഗത്ത് വേണം. അതിന് ഈ പറയുന്നത് പോലെ ഈ നമ്മൾ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ തന്നെയും കോൺഗ്രസ്സിൽ പക്വതയോടെയും കാര്യങ്ങൾ നല്ല വിവരത്തോടെയും സംസാരിക്കുന്ന ആളുകളും ഇപ്പുറത്ത് വിവരമില്ലാതെ സംസാരിക്കുന്ന ആളുകളും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെയാണ് വരുന്നത്. അത് ആൾക്ക് മനസ്സിലായി. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. ഇനി അങ്ങനെ തന്നെയായിരിക്കും. ഇവരൊക്കെ ഇവരുടെ രീതികൾ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് ഇനിയെങ്കിലും ഇവർ മനസ്സിലാക്കിയില്ലെങ്കിൽ അണികൾക്ക് മനസ്സിലാക്കി കാണും. പക്ഷേ നേതാക്കന്മാർ ഇവർ ഉള്ളിടത്തോളം കാലം ഇത് തന്നെ തുടരുകയും ഇത് നാളെ പാർട്ടി നയിക്കേണ്ട ആളുടെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പ്രശ്നമായി മാറുകയും ചെയ്യും.